ഈ ആന്റി ടാങ്ക് മൈനിലെ ഒരു മൈനിന്റെ മീതെ അവരുടെ ടാങ്ക് കയറിയപ്പോൾ ആ ടാങ്ക് ന്യൂട്രലൈസ് ആയി. അതോടുകൂടി അവർക്ക് പേടിയായി. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന എഞ്ചിനീയർ കമ്പനിയോട് പറഞ്ഞു, നിങ്ങൾ ഈ മൈൻ ഫീൽഡിനെ ബ്രീച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു മൈൻ ഫീൽഡ് ബ്രീച്ച് ചെയ്യാൻ തുടങ്ങി. എനിമി മൈൻ ഫീൽഡ് ബ്രീച്ച് ചെയ്യുന്ന അത് ഏകദേശം 3 മണിക്കൂർ. അപ്പോഴത്തിന് സമയം 1-1:30 മണി. ഇവരുടെ പല ടാങ്കുകളും ഈ സോഫ്റ്റ് സോയിലിൽ പെട്ടുപോയി. അവർ പലതവണ ആക്രമിച്ചു. ആൽഫ കമ്പനി 23 പഞ്ചാബ് ഗേവ് ദം എ ബെഫിറ്റിംഗ് റിപ്ലൈ. ചുരുക്കി പറഞ്ഞാൽ പോസൈഡൻ അവർക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. 6 മണിക്കാണ് ഡേ ലൈറ്റ്. 5 മണിയായപ്പോൾ നമ്മുടെ എയർഫോഴ്സുകാർ അവിടെ ഉണ്ടല്ലോ. ഈ എയർഫോഴ്സുകാർക്ക് ഓൾറെഡി വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ലോങ്കവാല പോസ്റ്റിന്റെ മീതെ പാകിസ്ഥാനികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ സാദേവാലയിൽ ഉണ്ടായിരുന്ന ബറ്റാലിയൻ, അവർക്ക് അവരുടെ അടുത്ത് ട്രാൻസ്പോർട്ടൊന്നുമില്ല മൂവ് ചെയ്യാനായിട്ട്. അവര് അവിടെ നിന്ന് മെല്ലെ മെല്ലെ ഈ ലോങ്കവാല പോസ്റ്റിനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് മൂവ്മെന്റ് തുടങ്ങി. ഒരു ആർട്ടിലറി ബാറ്ററി, ഇവർക്ക് ആർട്ടിലറി സപ്പോർട്ട് ഇല്ല കാര്യമായിട്ട്. ഒരു ആർട്ടിലറി ബാറ്ററി ഉണ്ടായിരുന്നത് ജസ്റ്റ് അബൌട്ട് ലോങ്കവാലയെ കവർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ 2000 പട്ടാളക്കാരും 58 ടാങ്കും വന്നാൽ ഒരു ആർട്ടിലറി ബാറ്ററിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇവർ ഈ ആർട്ടിലറി ബാറ്ററിയെ അവിടുന്ന് സ്റ്റേജ് ഫോർവേഡ് ചെയ്തു. ബറ്റാലിയൻ അവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. ബറ്റാലിയൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തിന് ഡിവൈഡ് ക്വാർട്ടറിൽ ഇവരെത്തി. ഡിവൈഡ് ക്വാർട്ടർ അവിടെ നിന്ന് ബ്രിഗേഡിനെ മൊബിലൈസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാവുന്നത്, ബൈ ചാൻസ് ലോങ്കവാല പോയോ പിന്നെ നമുക്ക് എന്തായാലും ജയ്സൽമീറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവിടുത്തെ സ്ക്വാഡ്രൺ കമാൻഡർ, അതായത് എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ കമാൻഡർ ഉണ്ടല്ലോ, അദ്ദേഹം 6 മണി വരെ കാത്തു നിന്നില്ല. 5 മണിയായപ്പോൾ ഏകദേശം ജസ്റ്റ് അബൌട്ട് സൂര്യപ്രകാശം തുടങ്ങി. ദേ ടുക്ക് ഓഫ്. പിന്നീട് അടുത്ത ഒരു 3-4 മണിക്കൂർ നേരം ഇന്ത്യൻ എയർഫോഴ്സിന്റെ 4 ഹണ്ടർ വിമാനങ്ങൾ അവിടെ ഒരു പരേഡ് നടത്തുമായിരുന്നു, ഒന്നിനു പുറകെ ഒന്നായിട്ട്. ഇവർ ഈ ടാങ്കുകൾ സിറ്റിംഗ് ഡക്കുകളായിരുന്നു. ദേ കുഡ് ഡു നത്തിങ്, ദേ കുഡ്ന്റ് മൂവ്. ഈ ടാങ്കുകൾ നിസ്സാരമായിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുക. എയർഫോഴ്സ് വന്നിട്ട് ഇവരെ ആക്രമിച്ചിട്ട് തിരിച്ചു പോവുക, വീണ്ടും തിരിച്ചു വരിക, ആക്രമിക്കുക. ചുരുക്കി പറയട്ടെ, എക്സാക്ട് നമ്പർ എത്ര ടാങ്കുകളാണ് ന്യൂട്രലൈസ് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. പലയിടത്തും പല ഫിഗറാണ് പറയുന്നത്. ഏതായാലും ഒരു 28 മുതൽ 35 ടാങ്കുകൾ ഇന്ത്യൻ എയർഫോഴ്സ് ന്യൂട്രലൈസ് ചെയ്തു.